ഒരു നായികാ സങ്കല്പം അല്ലെങ്കിൽ ഒരു ലീഡ് ക്യാരക്ടറിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു ജിങ്സ് പൊളിച്ച സാധനമാണ് വെടിയൊഴിപാടുള്ള റോള്. ആ റോൾ ഒരു പക്ഷേ അനുവിന് ഗുണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് കരിയറിൽ എങ്ങനെയെങ്കിലും അത് പിന്നീടൊരു പ്രശ്നമായിട്ടുണ്ടോ? കാരണം ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടാണ് ആ സാധനം ചെയ്തത്. നമുക്ക് ശരിയാണ് വരുന്നത്, കാരണം കൗണ്ടേഴ്സ് വെച്ചുള്ള ശരിയാണ് വരുന്നത്. പക്ഷെ അത് ആ സമയത്ത് ആലോചിച്ചിരുന്നു, ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നീട് പ്രശ്നമാകുമെന്ന്? അല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. ഒന്ന് എന്താ വെച്ചാൽ സിനിമയാണ് എൻ്റെ കരിയർന്നോ ഇതാണ് എൻ്റെ ലൈഫെന്നോ ഒന്നും ഞാൻ അന്ന് വിചാരിച്ചിട്ടില്ല. സിനിമ വലിക്കുകയാണെങ്കിൽ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ, വരുന്ന സിനിമകൾ നന്നായി ചെയ്യാന്നുള്ളത്. പക്ഷെ ഞാൻ ആ സിനിമ ആദ്യം ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒന്നും വരില്ല, ഭയങ്കര ഇൻഹിബിഷൻസും ലിമിറ്റേഷൻസും ഒക്കെ അതിങ്ങനെ ഗ്രാജുവലി ആണെന്ന് തോന്നുന്നു കുറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പം തുടക്കകാലമാണ്, ഞാൻ സിനിമയിൽ വന്ന 5ാമത്തെ കൊല്ലാണ് വെടിവഴിപാട് ചെയ്യണം. അപ്പം അതൊരു ഭയങ്കര ഇൻഹിബിഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതെനിക്ക് അങ്ങനെ ഇത്തിരി മടിയാണ്, എനിക്കിങ്ങനെ ചെയ്യാനൊന്നും പറ്റില്ല, ഈ ബോഡി ലാംഗ്വേജ് എനിക്ക് വരില്ല. പിന്നെ ബാത്ത് ടവൽ ഇടുന്ന ഒരു സീനുണ്ട്. അപ്പം അന്ന് ഇപ്പം നമ്മൾ ഷോർട്സ് ഒക്കെ ഇട്ട് നടക്കും, പക്ഷെ അന്ന് കാലൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര മടിയുള്ള ഒരു സമയമായിരുന്നു. നാട്ടിൽ നിന്ന് അങ്ങനെ ശീലമില്ലല്ലോ, അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അതിലൊരു 1-2 ഡയലോഗ്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറയാൻ. അതിൻ്റെയൊക്കെ മേലെ ഞാനൊരു ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടന്മാരോട് ഇങ്ങനെ ഞാൻ എന്തും ഡിസ്കസ് ചെയ്യും. അവിടുത്തെ എൻ്റെ പഴയ 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ടൈറ്റിൽ അത്ര ശരിയല്ലല്ലോ. അപ്പം ഞാൻ നമ്മളുടെ ടീമിൻ്റെ അടുത്ത്, പ്രൊഡ്യൂസർ അരുണും ശംഭുവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ച കുറച്ച് ഡിമാൻഡ്സിൽ ഒന്ന് ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ, അതിനൊരു മോശം പേര് നാട്ടിലിങ്ങനെ ആളുകളുടെ ഒരു കൊളോക്കിയലി അതിനൊരു മോശം വ്യാഖ്യാനം പറയുന്നുണ്ടല്ലോ, അപ്പം ടൈറ്റിൽ മാറ്റാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പം യൂണോ അവർ ആ ടൈറ്റിലാണ് അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ അമ്മയാണെങ്കിൽ എന്താ കുഴപ്പം, ഭഗവതിയുടെ വഴിപാടല്ലേ. അമ്മയ്ക്ക് കൊളോക്കിയൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയില്ല, ആണുങ്ങളില്ലാണ്ട് വളർന്നത് കൊണ്ട് ഞാൻ പുറമേന്ന് അറിയുന്നതാണ്. അമ്മയ്ക്ക് അതിന് ഓപ്ഷനും ഇല്ലല്ലോ. ഭഗവതിയുടെ വഴിപാടാണ്, നല്ല പേരാണ്, എല്ലാത്തിനും എന്തെങ്കിലും മോശം കണ്ടുപിടിക്കുന്നൊക്കെ കൊണ്ട് അമ്മേൻ്റെ വഴക്കും അറിയാം. പിന്നെ ഞാനൊരു 2-3 ഡയലോഗ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറേയൊക്കെ ഞാൻ കംഫർട്ടബിൾ അല്ലാത്തത് മാറ്റി തന്നു. ബാക്കി അത്യാവശ്യമായത് അത് വേണമെന്ന് എന്നോട് പറഞ്ഞു. ബാത്ത് ടവലാണെങ്കിലും അവരെന്ത് ചെയ്തു എന്നറിയോ, 2 ബാത്ത് ടവൽ കൂട്ടി തുന്നി. ഈ ഷോട്ടല്ല ആ ബാത്ത് ടവൽ, ആ ബാത്ത് ടവലിന് ഇത്ര നീളമുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ എന്നെ കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അരുൺ ഒരു പ്രോമിസ് തന്നു, അനു എപ്പോൾ സെറ്റൊന്നും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുന്നു, അതിപ്പോൾ അനു 10 ദിവസം ഷൂട്ട് ചെയ്തിട്ടാണ് അനുവിന് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു വെച്ചാൽ അനു ഇറങ്ങി പോവാം, ആരും അത് ചോദിക്കില്ല, ഗ്യാരണ്ടി എന്ന് പറഞ്ഞു.